നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം മഞ്ജരി. യെസ് മഞ്ജരി, ഇപ്പൊ തന്നെ അച്ഛനും അച്ഛമ്മയും മേഘനയുടെ താളത്തിനൊത്ത് തുള്ളാൻ തുടങ്ങിയിരിക്കുക. അവള് ചെയ്യുന്നതൊക്കെ അവർക്ക് വലിയ കാര്യം. അതിന്റെ അർത്ഥം അവരുടെ മനസ്സ് മാറി തുടങ്ങിയെന്നല്ലേ? എക്സാക്ട്ലി. നാളെ ഇതേ മാറ്റം തന്നെ അരുണിമേച്ചിയിലും നമുക്ക് കാണാൻ പറ്റും. മേഘനയുടെ നന്മയ്ക്ക് മുമ്പിൽ അരുണിമേച്ചിയും വീഴുമെന്ന് ഉറപ്പാ. ആര് മാറിയാലും മിഥുൻ മാറില്ല ആന്റി. എന്റെ പൊന്നു മഞ്ജരി, മനസ്സുകൊണ്ടല്ല നീ ബുദ്ധി കൊണ്ട് ആലോചിച്ചു നോക്ക്. മേഘനയെ മിഥുൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നും അല്ലല്ലോ. അവനവന്റെ അമ്മയെ അനുസരിക്കാൻ ചെയ്തതാ. നാളെ ഇതേ അമ്മ തന്നെ അവളുടെ കൂടെ ജീവിക്കാൻ പറഞ്ഞാലോ? അവൾക്ക് 2 കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാലോ? അപ്പൊ നീ കേറി വന്ന ആ പിള്ളേരുടെ അപ്പയും മൂത്രവും കോരി താരാട്ടുപാടി ഉറക്കുവോ മഞ്ജരി? മനുഷ്യരുടെ മനസ്സ് മാറാനായിട്ട് മഹാത്ഭുതങ്ങൾ നടക്കണമെന്നൊന്നുമില്ല. മുട്ടുസൂചി കുത്തിയാൽ കാറ്റുപോകുന്ന ബലൂൺ പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി ഒരു മനുഷ്യന്റെ മനസ്സ് മാറാൻ. നീ ആ മേഘനയുടെ സ്വഭാവം കണ്ടതാണല്ലോ. നന്മയും സംസ്കാരവും കൂടി ഉരുട്ടിയെടുത്താന്ന് തോന്നുന്നു ദൈവം അവളെ സൃഷ്ടിച്ച്. അവളുടെ ആ നല്ല മനസ്സ് കണ്ട് മിഥുനിനി പയ്യെ മാറ്റം ഉണ്ടാവില്ലെന്ന് ആരറിഞ്ഞു? ചെറിയമ്മ പറയുന്നതൊക്കെ 100% ശരിയാ മഞ്ജരി. മിഥുനേട്ടന് മേഘനയോട് സ്നേഹം തോന്നാൻ തുടങ്ങിക്കഴിഞ്ഞാ നിനക്കത് പിന്നെ വലിയ പാരയായി തീരും. മേഘന ഈ വീട്ടിലെ മരുമകളുടെ സ്ഥാനം ഏറ്റെടുക്കും മുമ്പ് നീ നിന്റെ യുദ്ധം തുടങ്ങേണ്ടിയിരിക്കുന്നു. യു ആർ റൈറ്റ് ഹർഷിനി. ഞാനും അത് തീരുമാനിച്ചിരിക്കുക. ഇത്രയും കാലം ഞാൻ ഈ കാര്യം വളരെ ലൈറ്റ് ആയിട്ട് എടുത്തു. എനിക്കൊരു അവസരം കിട്ടട്ടെ. എന്റെ ടാലന്റ് എന്താണെന്ന് അപ്പൊ കാണിക്കും. അച്ഛാ, അല്ല മോളിങ് എത്തിയോ? നിന്നെ കാത്തിരിക്കായിരുന്നു. അയ്യോ സോറി അച്ഛാ, കുറച്ച് വൈകിപ്പോയി. ഇഞ്ചിയും ഗ്രാമ്പൂട്ട് ഈ ചായ അച്ഛനുള്ളത്. അപ്പൊ എനിക്കോ? ദേ ഇവിടെയുണ്ട് നല്ല ഉഗ്രൻ ലെമൺ ടീ. ആഹാ, പറയാതിരിക്കാൻ വയ്യ. ഇത് അമൃതാണോ ചായയാണോന്ന് എനിക്ക് തന്നെ സംശയം തോന്നുക. ഇങ്ങനെ എന്നെ പൊക്കിയെടുത്ത് തലയിൽ വെച്ച് കളിയാക്കുന്നത് എന്തിനാ അച്ഛാ? വല്യച്ഛൻ പറഞ്ഞ തെറ്റിപ്പോയി ഏട്ടത്തി. ഇത് അമൃത് മാത്രമല്ല, ഈ പഞ്ചാമൃതം എന്ന് കേട്ടിട്ടില്ലേ? അതും ഇതും ഒന്നാ. എന്ന് വെച്ചാ നിനക്ക് ഞാൻ തന്നത് ലെമൺ ടീ അല്ലെന്നാണോ? ആ കൊള്ളാലോ. പുറത്ത് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഏട്ടത്തി നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാ അല്ലേ? മേഘനെ, എന്റെ കട്ടൻ ചായ എവിടെ? ദേ കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്തോളൂ. ആഹാ, അടിപൊളിയാണല്ലോ മേഘനെ. ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് ഇത്രയും നല്ലൊരു കട്ടൻ ചായ കിട്ടിയിട്ടേ ഇല്ല. ശരി, എന്നാ നിങ്ങൾ ചായ കുടിക്ക. ഭഗവാന്റെ അടുത്ത് കുറച്ചും കൂടി പൂക്കൾ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. എന്നാ നീ ചെല്ലുമോളെ. മോളെ മേഘനെ, എന്താ അച്ഛാ, ചായ കുടിച്ചോ? കുടിച്ചു മോളെ. അത്രയും പേർക്കുള്ള ലഡു ഉണ്ടാക്കാന്ന് വെച്ചാ നിന്റെ കയ്യിൽ ലഡു പോലായി പോലും മോളെ. അത്രയൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ അച്ഛാ ചെയ്യാൻ പോകുന്നേ? ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരാം. എന്നിട്ടത് നീ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ കൈക്കും കുഴപ്പമുണ്ടാവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ പേര് പോകുന്ന പേടിക്കുകയും വേണ്ട. എന്ത് പറയുന്നു മോളെ? അപ്പോ അച്ഛനും എന്നെ വിശ്വാസം ഇല്ലാണ്ടായല്ലേ? അല്ല മോളെ, അങ്ങനെയൊന്നുമല്ല. ഞാൻ ലഡു നല്ലോണം ഉണ്ടാക്കും അച്ഛാ. ചെറുപ്പം തൊട്ടേ ഞാനിതൊക്കെ ചെയ്യുന്നതാ. സ്വാദം ഉണ്ടാവില്ല എന്നൊന്നും പേടിക്കണ്ട. ഇത്രയും നല്ല ചായ ഉണ്ടാക്കുമ്പോ ആ കാര്യത്തിൽ നിന്നെ എനിക്ക് ഒരിക്കലും സംശയിക്കാൻ പറ്റില്ല. നിനക്കത് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ അല്ലേ അച്ഛാ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇഷ്ടത്തോടെ തന്നെയാ ചെയ്യുന്നേ. അമ്മയ്ക്ക് ഞാനത് വാക്ക് കൊടുത്തതല്ലേ അച്ഛാ. ആ വാക്ക് എനിക്ക് പാലിക്കണമെന്നുണ്ട്. എന്റെ അപ്പൂപ്പൻ ചെറുപ്പം തൊട്ടേ എന്നോടൊരു കാര്യം പറയാറുണ്ടായിരുന്നു അച്ഛാ. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കണം. എല്ലാവരിലും നമ്മൾ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം.
അത് ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രേ? നമ്മൾ എപ്പോഴും നമ്മുടെ സന്തോഷത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. നമ്മുടെ കൂടെയുള്ളവരുടെ സന്തോഷത്തിന് നമ്മൾ കാരണമായി തീരുമ്പോ വല്ലാത്തൊരു സംതൃപ്തി കിട്ടും. മാത്രമല്ല, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവരാന്ന് വെച്ചാ അത് ഞാൻ അമ്മയെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യാവില്ലേ? ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കാൻ പാടുള്ളൂ. ഏറ്റെടുത്ത പിന്നെ കാല് വരാനും പാടില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? എന്താ അച്ഛനൊന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പ്രായത്തിൽ വളരെ ചെറുതാണെങ്കിലും എന്റെ മോളുടെ ചിന്ത വളരെ വലുതാ. മോള് പറഞ്ഞതെല്ലാം 100% ശരിയാ. അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. നാളെ ഞാനുണ്ടാക്കുന്ന ലഡു കഴിച്ചിട്ട് അച്ഛൻ അഭിപ്രായം പറയണം, നല്ലതാണോ അല്ലയോന്ന്. അതിങ്ങ് താഴ്ച. എത്ര പാവം പെണ്ണാ ഇവള്. ഈ കുഞ്ഞിന്റെ മനസ്സ് നിറച്ച് സംസ്കാരവും നന്മയും മാത്രമേ ഉള്ളല്ലോ ഭഗവാനെ. ഇത്രയും നല്ലൊരു മരുമോളെ സമ്മാനിച്ചിട്ട് കൂടെ കുറെ പ്രശ്നങ്ങളും തന്നല്ലോ. മേഘനയ്ക്ക് ഇത്രയും നല്ല മനസ്സ് കൊടുത്ത് നീ എന്തിനാ നരകതുല്യമായ ഒരു ജീവിതവും കൂടി അവൾക്ക് സമ്മാനിച്ചത്? അവളുടെ ജീവിതം ഉത്തരമില്ലാത്ത ചോദ്യമായി ബാക്കി നിൽക്കരുത്. മിഥുന് മനംമാറ്റമുണ്ടാവണം. അരുണിമ അഭിമാനത്തോടെ മേഘനയെ ചേർത്ത് നിർത്തണം. മേഘനയുടെ ജീവിതത്തിൽ പ്രകാശം പകർന്നുകൊണ്ട് അവളെ കാത്തോളണേ ഭഗവാനെ. നീയല്ലാതെ ആരുമില്ല അവൾക്ക്. AC-യുടെ കൂളിംഗ് മതിയോ അതോ കുറച്ചുകൂടി കൂട്ടട്ടെ? കുഴപ്പമില്ല, ഇത് മതി. രാത്രി എങ്ങാനും ഏട്ടന് ദാഹിക്കുകയാണെങ്കിൽ ഏട്ടന്റെ ബെഡിന്റെ അടുത്ത് തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ശരി. എഴുന്നേറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു മിഥുനേട്ടാ. ഇറ്റ്സ് ഓക്കേ. പുതുമഴ മെയ്പുണരും പൂവിൻ
മെസ്സേജ് അയച്ചിട്ട് ഒരു റിപ്ലൈ തരാനുള്ള മനസ്സ് പോലും കാണിച്ചില്ലല്ലോ. ഒരു കാലത്ത് ഞാനൊരു മെസ്സേജ് അയച്ചാൽ അത് അവിടെ എത്തും മുൻപ് റിപ്ലൈ വരുമായിരുന്നു. ഇപ്പോ മണിക്കൂറുകൾ ഏറെ കഴിഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അതിനർത്ഥം നീ മാറിയെന്ന് തന്നെയല്ലേ മിഥുൻ? I love you too. ഞാനെന്താ ഇങ്ങനെ? എനിക്കെന്താ പറ്റുന്നേ? അയ്യോ, വെള്ളം പോയല്ലോ. മിഥുനേട്ടൻ എന്താ ഇവിടെ? നീ എന്താ ഈ ചെയ്യുന്നേ? അത് ഗസ്റ്റിന് ലഡു ഉണ്ടാക്കി വെച്ചോളാന്ന് അമ്മയോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നേരം വെളുത്തിട്ട് ചെയ്താ പോരെ? 2 മണിക്കൂറായി തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. കാലത്ത് തുടങ്ങാൻ നിന്ന സമയത്തൊന്നും തീരില്ല. അപ്പോ നീ 2 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റോ? അതെ ഏട്ടാ. സഹായത്തിന് ആരെങ്കിലും വിളിച്ചൂടായിരുന്നോ? എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങോ? ഈ സമയത്തൊക്കെ സഹായത്തിന് വിളിച്ച അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കിതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നീ എന്തിനാ ഇതൊക്കെ എടുത്ത് തലവെക്കുന്നേ? നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കായിരുന്നില്ലേ? അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതല്ലേ ഏട്ടാ, ഞാൻ തന്നെ ചെയ്തോളാന്ന്. വാക്ക് തെറ്റിച്ചാ പിന്നെ അമ്മ എന്നെ വിശ്വസിക്കൂ? ഏട്ടാ, എന്റെ അപ്പൂപ്പൻ എന്താ പറയാറുള്ളെന്നറിയോ? ജീവൻ പോകുന്ന അവസ്ഥയുണ്ടായാലും നമ്മൾ കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പാടില്ല എന്നാ. ഈ ചെറിയ കാര്യത്തിന് ഇത്രയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം ചെറുതായാലും വലുതായാലും വാക്ക് വാക്ക് തന്നെയല്ലേ? ഒരു വ്യക്തിയോട് വിശ്വാസം ഉണ്ടാവുന്നത് അവരുടെ വാക്കുകളിലെ സത്യസന്ധത കൊണ്ടാ. വാക്ക് പാലിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളോട് മറ്റുള്ളവർക്കുള്ള വിശ്വാസം കൂടെയുള്ളൂ. അതിരിക്കട്ടെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഈ സമയത്ത് എന്തിനാ എണീറ്റേ? എന്താ വല്ലതും വേണമായിരുന്നോ? വെള്ളം കുടിക്കാൻ വന്നതാ. ഞാനത് റൂമിൽ തന്നെ വെച്ചിട്ടുണ്ടല്ലോ. അതവിടെ കൈതട്ടി താഴെ വീണു പോയി. ആണോ? എന്നാ ഞാനിപ്പോ വെള്ളം എടുത്തു തരാം. ഏയ് വേണ്ട വേണ്ട, നീ ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേക്കൊന്നും വേണ്ട, ഞാൻ എടുത്തോളാം. മേഘനെ, ഞാൻ എടുത്തുതരാം. അയ്യോ,
ഇനി ഇത് കുറെ നേരം എടുക്കും മേഘനെ. മിഥുനേട്ടൻ പോയി കിടന്നു. ഞാനിതൊക്കെ തീർത്തിട്ട് ഇനി വരൂ. ശരി. കുറച്ചായി നിന്റെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മിഥുൻ. എന്നോടുള്ള മോഹം തീർന്നപ്പോ പുതിയ ഭാര്യയോട് കൊതി തോന്നിയിരിക്കുന്നു അല്ലേ? മഞ്ജരി, നീ ഇവിടെ എന്തെടുക്കും? ഏയ് ഒന്നുമില്ല അർഷണേ. നേരം വെളുത്തപ്പ തൊട്ട് മിഥുനേട്ടന്റെ ഫോട്ടോ നോക്കിയിരിക്കുവാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫോട്ടോ വളരെ സ്പെഷ്യലാ. ഞാനും നിന്റെ ഏട്ടനും റിലേഷൻഷിപ്പിലായപ്പോ ആദ്യം എടുത്ത ഫോട്ടോ ഇത്. വാവ്, ആണോ മഞ്ജരി? ദാറ്റ്സ് ഗ്രേറ്റ്. ഞാൻ വളരെ ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴെല്ലാം ഈ ഫോട്ടോ എടുത്ത് നോക്കാറുണ്ട്. അപ്പൊ ഹയ്യാവാറുണ്ടോ മഞ്ജരി? ഓഫ് കോഴ്സ്. നിന്റെ ഏട്ടനെ കണ്ടാ മതി, ബാക്കിയെല്ലാം ഞാൻ മറന്നുപോകും. എന്റെ ഏട്ടനിൽ അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് എന്താ ഉള്ളേ? നിന്റെ ഏട്ടൻ തന്നെ ഒരു സ്പെഷ്യൽ പീസ് അല്ലേ? ആ മുഖത്തിന്റെ അഴക്, മനസ്സിലാക്കാനുള്ള കഴിവ് മറ്റുള്ള ചെറുക്കന്മാരെ പോലെയല്ല, കയ്യെത്താ ദൂരത്തുള്ള ചന്ദ്രദേവന. കയ്യെത്ത ദൂരത്തെ ചന്ദ്രദേവനോ? പിന്നെ നിനക്കും കിട്ടേണ്ടാവരുത് കേട്ടോ, സൂക്ഷിച്ചു. ഇപ്പൊ തൊട്ട് നീയും മറ്റുള്ളവരെയൊക്കെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്ക്. മേഘനയെ ഡോമിനേറ്റ് ചെയ്യാനും തുടങ്ങിക്കോ. അല്ലെങ്കിലേ ആ മേഘന ഏട്ടനെ അവളുടെ സാരി തുമ്പിൽ കെട്ടിയിടുവേ. നോ വേ. ഇന്ന് നടക്കുന്ന പൂജയിൽ ഞാനായിരിക്കും സ്പെഷ്യൽ അട്രാക്ഷൻ. നീ വേണമെങ്കിൽ കണ്ടോ. ഇതെന്താ ഈ ഡ്രസ്സെല്ലാം എടുത്തിട്ടിരിക്കുന്നേ? അതിലെ ഏതെങ്കിലും ഒന്ന് എടുത്തോ ഏട്ടാ. ഏതെങ്കിലും ഒന്ന് എടുത്തു തന്നൂടെ? അതുകൊണ്ടല്ല, ഏട്ടന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏട്ടൻ തന്നെ എടുത്തോ. ഇതൊക്കെയാണോ? മിഥുനേട്ടൻ ഇന്ന് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യണം. എന്റെ മനസ്സിലുണ്ടായിരുന്നതും മിഥുനേട്ടൻ സെലക്ട് ചെയ്ത ഡ്രസ്സും ഒന്ന് തന്നെയാ. ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്യുമെന്ന് നീ എങ്ങനെ ഗസ് ചെയ്തേ? എന്തോ എനിക്കങ്ങനെ തോന്നിയിരുന്നു. എന്റെ മനസ്സിനോട് മിഥുനേട്ടന്റെ മനസ്സിലുള്ളത് നേരത്തെ അറിയിച്ചു കാണും. അല്ലെങ്കിൽ
എന്റെ മനസ്സ് തന്നെയായിരിക്കും ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തോളൂ എന്ന് ഏട്ടന്റെ മനസ്സിനോട് പറഞ്ഞത്. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ? ഭാര്യയുടെയും ഭർത്താവിന്റെയും ചിന്തകളും അഭിരുചികളും അഭിപ്രായങ്ങളും സംയോജിച്ച അവരുടെ ദാമ്പത്യ ജീവിതവും നന്നായിരിക്കുന്നു കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാ. ഞാൻ നടത്തിയ ഈ പരീക്ഷണത്തില് 100-ൽ 100 മാർക്കോടെ പാസ്സായി. മിഥുൻ, അപ്പുറത്തിരിക്കുന്ന ഡ്രസ്സ് എടുത്താ പോരായിരുന്നോ? അഭിരുചി ഒന്നാണെന്ന് പറഞ്ഞ് നിന്നോടുള്ള ഭ്രാന്ത് ഇവക്കിനി മൂക്കുമല്ലോ. ഞാനെന്നാ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ശരി, ഞാനിന്ന് താഴേക്ക് പോവാ. ഏട്ടൻ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നേക്കണേ. ചെറിയച്ഛൻ എന്താ ഇതുവരെട്ടും വരാത്തെ? ചേച്ചി എവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവില്ലേ? ചെറിയച്ഛൻ ഇപ്പൊ വരും മോനെ. ലോകത്ത് ആർക്കും ഇല്ലാത്തത്ര തിരക്കാണല്ലേ നിനക്ക്. ചെറിയച്ഛൻ വന്നതും പോവാട്ടോ. ശ്രീരാമ, ചെറിയച്ഛനെ പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്ക്. എനിക്കെന്റെ മേഘനേച്ചിയെ കാണാൻ കൊതിയായി. ദേ, ചെറിയച്ഛൻ ഇവിടെ എത്തിയല്ലോ. അവിടെ ചേച്ചി നമുക്ക് വേണ്ടി കാത്തിരിക്കാം. നമുക്ക് പെട്ടെന്ന് പോവാം. നീ 1 മിനിറ്റ് ഒന്ന് അടങ്ങു മോനെ. ചേട്ടനെന്നേ എന്റെ കൂടെ ഒന്ന് വന്നേ. വാന്നേ. എന്താടി? എന്താന്ന്? അതെ ഏട്ടാ. എന്താ? മേഘനയുടെ വീട്ടിലേക്ക് പോകാൻ മുട്ടി നിൽക്കുവാൻ തോന്നുന്നു. എന്താ നിന്റെ പ്ലാൻ? എനിക്കൊരു പ്ലാനും ഇല്ല ഏട്ടാ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് അപ്പുറത്ത് തൂണും ചാരി നിൽക്കുന്നവനെ കണ്ടില്ലെന്ന് വെക്കണോ? ഇങ്ങനെയുള്ള കഥകളൊക്കെ നീ എന്നോട് തന്നെ പറയുന്നത് എന്തിനാടി? അല്ലേട്ടാ, മിഥുനെ എന്തായാലും മേഘന കൊണ്ടുപോയല്ലോ. അവൻ പോയി എന്ന് പറഞ്ഞ് നമ്മളിനി പദം പെറുക്കിയിട്ട് കാര്യമുണ്ടോ? തൊട്ടപ്പുറത്ത് വിവേക് റെഡിയായി നിപ്പുണ്ടല്ലോ. കുറച്ച് വിവേകത്തോടെ ചിന്തിച്ചാ ശാലിനി നമുക്ക് വിവേകിന് വേണ്ടി ആലോചിക്കാലോ എന്ന് വെച്ചാ. മണ്ണും ചാരി നിന്നവനെ കുറിച്ച് പറഞ്ഞപ്പോഴേ തോന്നി ഇങ്ങനെ വല്ല അതിബുദ്ധി എഴുന്നള്ളിച്ചോണ്ട് വരുമെന്ന്. ഇതെന്താ അതിബുദ്ധിയാണെന്നാ ചേട്ടൻ പറയുന്നേ? നമ്മുടെ മോളെ ഒരു കരയെത്തിക്കാനുള്ള പ്ലാനല്ലേ ഞാൻ പറയുന്നേ. എന്നാ ഞാൻ പറയുന്നോടി കേട്ടോ. അത്യാഗ്രഹമുള്ള പെണ്ണുങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല. നീ ആ വഴി നടന്നാലേ പോന്ന വഴി മുഴുവൻ കുപ്പിച്ചില്ലും മുള്ളുമായിരിക്കും. പിന്നെ മുമ്പോട്ടും ഇല്ല പിറകോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയില് നരക യാതന അനുഭവിക്കേണ്ടി വരും.